ദുആഇന് ഇജാബത്തുള്ള സദസ്സായി സ്വീകരിക്കട്ടെ. വെള്ളിയാഴ്ച രാവാണല്ലോ. അവസാനം ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. വായിക്കണ്ട ഇപ്പോൾ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. വലിയ ബഹുമാനത്തിൻ്റെ തലങ്ങളാണ് മാതാപിതാക്കൾ. ദുനിയാവിൽ കിട്ടേണ്ട ശിക്ഷകൾ നമ്മൾ വാരിക്കൂട്ടരുത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്നാനി യുഅജ്ജിലുഹുമൽ ഉഖൂബതു ഫിദ്ദുനിയ. രണ്ട് കാര്യത്തിന് ദുനിയാവിൽ അല്ലാഹു തആല ശിക്ഷ തന്നിട്ടേ കൊണ്ടുപോകും. രണ്ട് കാര്യത്തിന്. ബാക്കിയുള്ളതൊക്കെ ഒരു പക്ഷെ അള്ളാഹ് അവൻ്റെ മഹലായ ഫضല് കൊണ്ട് ശിക്ഷ തരൂല എന്നല്ല അർത്ഥട്ടോ. അള്ളാഹ് അവൻ്റെ മഹലായ ഫضല് കൊണ്ട് മറച്ചു വെച്ച് ആഖിറത്തിലേക്ക് പിന്തിപ്പിച്ചേക്കാം. അതേ സമയത്ത് ഈ രണ്ട് കാര്യവും നമ്മിൽ നിന്നുണ്ടാകരുത്. ദുനിയാവിൽ അതിൻ്റെ ശിക്ഷ തങ്ങൾ തരും, അല്ലാഹു തആല തരും. യുഅജ്ജിലുഹുമാ അൽ ഉഖൂബതു ഫിദ്ദുനിയ. ഒന്ന് അൽ ബഗ്യു, അക്രമം. ഒരാളോടും ചെയ്യരുത്, അക്രമം ചെയ്യരുത് ഒരാളോടും ഒരു നിലക്കും. ഏറ്റവും വലിയ അക്രമമാണ് ചതി. ചതിക്കാൻ പാടില്ല ഒരു മനുഷ്യനെ. ഒരു ജീവിയോട് പോലും അക്രമം ചെയ്യരുത്. ഒരു ജീവി, ഒരു പൂച്ചാന്ന് കൂട്ടിക്കോളൂ. ആ പൂച്ച നമ്മളിങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, നമ്മളൊക്കെ വീട്ടിൻ്റെ അകത്തല്ലേ കിടക്കുന്നത്, നല്ല ഫാനൊക്കെ ഇട്ടിട്ട്, അത് സ്റ്റെപ്പിൽ അവിടെ കിടക്കുന്നുണ്ട്. അതിനാട്ടണോ? എന്തിനാട്ടണ്? അതിനാട്ടുന്നത് എന്തിനാ? അല്ല, അതിന് ഉറങ്ങൊന്നും വേണ്ടേ? അവർക്ക് നമുക്ക് മാത്രമുള്ള കണക്കാക്കി ഒന്നാ. അതിനെ ശല്യം ചെയ്യാതെ, എഴുന്നേൽപ്പിക്കാതെ, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പതുക്കെ ചെരുപ്പ് അഴിച്ച് കയറണം വീട്ടിലേക്ക്. അതിനെ കാലുകൊണ്ട് തട്ടിയിട്ട് ചെരുപ്പോണ്ട് തട്ടാനൊന്നും പാടില്ല. അതൊക്കെ അക്രമമാണ്. ഒന്നും ചെയ്യരുത്, നശിപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഒരു മഖ്ലൂക്കല്ലേ അതും. ഒന്നിനോടും അക്രമം ചെയ്യരുത്. രണ്ടാമത്തത് അൽ ഉഖൂഖ്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത്. അതിൻ്റെ ശിക്ഷയും അള്ളാഹു ദുനിയാവിൽ നേരത്തെ തരും. തരാതെ അള്ളാഹു കൊണ്ടുപോകില്ല. നമ്മുടെ വാക്കല്ലല്ലോ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച കാര്യമല്ലേ. ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളോട് വലിയ സ്നേഹവും കടപ്പാടും, ഒരിക്കലും വെറുപ്പിക്കുന്ന വാക്കോ പ്രവർത്തനമോ ഉണ്ടാകരുത്. ആ നിലക്കുള്ള ബഹുമാനം നിലനിർത്തിയിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ടുപോകണം. അഥവാ വല്ല അപജയങ്ങളും സംഭവിച്ചാൽ, നേരത്തെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ മാപ്പ് പറഞ്ഞതുപോലെ മാപ്പ് പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് വീണ്ടും ജീവിതം നന്നാക്കണം. നല്ല അവസരങ്ങളല്ലേ ജീവിതത്തിൽ കടന്നു വരുന്നത്. എത്ര മോശക്കാരാണ് ബാപ്പമാരെങ്കിലും ഉമ്മമാരെങ്കിലും, അവരോട് പാലിക്കേണ്ട അദബുകളും മര്യാദകളും ബഹുമാനങ്ങളും എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതാണ്. നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം സബൂർ വായിച്ചിട്ട് ഒരു നേരം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷവും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും കൂടുതലായി വന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം ചിന്തിക്കുന്നു, പടച്ചോനെ, നിന്റെ ദുനിയാവിൽ ഞാൻ ഒരുപാട് നിനക്ക് ഇബാദത്തെടുക്കുന്ന ആളല്ലേ, എന്നെ പോലെ ഇബാദത്തെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന അർത്ഥത്തിൽ ഒരു ചിന്ത വന്നപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാമിലേക്ക് അള്ളാഹു വഹി അറിയിച്ചു, ദാവൂദ് നബിയെ, നിങ്ങൾ ഞാനാ പറയുന്ന ഒരു മല പറഞ്ഞൊരു പർവ്വതം പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കയറണം. കൃഷിക്കാരനായ കർഷകനായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാം. 700 കൊല്ലമായി എനിക്ക് ഇബാദത്തെടുത്തവിടെ കഴിയുന്നു. ഒരു തെറ്റ് സംഭവിച്ചോ എന്ന് കരുതിയിട്ട് മാപ്പങ്ങനെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ മനസ്സിലങ്ങനെ ഒരു ബേജാറ് വന്നപ്പോ മലമുകളിലേക്ക് കയറിപ്പോയി. എന്താ സംഭവം? ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, ഈ മനുഷ്യൻ വീടിന്റെ തട്ടിന്റെ മുകളിലൂടെ നടക്കുമ്പോ ഉമ്മ നേരെ അടിഭാഗത്തുണ്ട്, ഉമ്മ തട്ടിന്റെ താഴ്ഭാഗത്തുണ്ട്. മുകൾ ഭാഗത്ത് നിന്ന് അദ്ദേഹം കുറച്ച് മണ്ണടിച്ച് വാരിയിട്ടപ്പോ ഉമ്മാന്റെ ശരീരത്തിൽ ആ മണ്ണ് തട്ടിപ്പോയോ എന്ന് കരുതിയിട്ട് വല്ലാത്ത സങ്കടം വന്നു. ഉമ്മാന്റെ ശരീരത്തിൽ നമ്മൾ അടിച്ചു വാരുന്ന മണ്ണ് പോയി വീഴാൻ പാടില്ലല്ലോ. അത്ര ബഹുമാനം ദുനിയാവിൽ നമ്മൾ കാണിക്കേണ്ട ആരാണുള്ളത്?
ഉമ്മമാരോട് വലിയ ബഹുമാനം, ഉപ്പമാരോട് വലിയ ബഹുമാനം സ്നേഹവും കാണിക്കണ്ടേ? ആ മനുഷ്യൻ അങ്ങനെ അതാ മലമുകളിലേക്ക് കയറി. അങ്ങനെ ഇബാദത്ത് തുടങ്ങിയിട്ട് 700 കൊല്ലമായി. ദാവൂദ് നബി അലൈഹിസ്സലാം കാണാൻ ആഗ്രഹിച്ച് പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് നോക്കുമ്പോ മെലിഞ്ഞൊട്ടിയ ഒരു ശരീരമാണ്. എല്ലൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് കാണുന്നുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാം ചെന്ന് നോക്കുമ്പോ നിസ്കാരത്തിലാണ്. സലാം വീട്ടിയപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം സലാം പറഞ്ഞു. ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ദാവൂദ് നബി അലൈഹിസ്സലാം ആണെന്ന് പറഞ്ഞപ്പോ ദാവൂദ് നബിയോട് പറയുന്നു, നിങ്ങൾ ദാവൂദ് നബിയാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ സലാം മടക്കൂലായിരുന്നു. ഞാനൊരു തെറ്റ് സംഭവിച്ചിട്ട് ഈ മലയുടെ മുകളിലേക്ക് കയറി വന്നതാണ്. അള്ളാഹു അത് മാപ്പാക്കിയിട്ടില്ല എന്ന് തോന്നിയിട്ട് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടുന്നത് വരെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനാണ് എൻ്റെ പൂതി. അങ്ങനെ ഞാൻ കയറി വന്നതാണ്. ചോദിച്ചു, എന്താ നിങ്ങളിൽ നിന്നുണ്ടായ തെറ്റ്? ഞാൻ എൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് മണ്ണ് തട്ടുമ്പോ അടിഭാഗത്തിരിക്കുന്ന ഉമ്മാന്റെ ശരീരത്തിൽ അത് പോയി വീണു എന്ന് കരുതി അങ്ങനെ പേടിച്ചിട്ട് ഇറങ്ങിപ്പോന്നതാണ്. ഇന്ന് 700 കൊല്ലമായി. എൻ്റെ ഉമ്മ എന്നോട് ദേഷ്യത്തിലാണോ അല്ല തൃപ്തിയിലാണോ എനിക്കറിയില്ലല്ലോ. ഞാൻ അള്ളാഹുവിനോട് മാപ്പങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നില്ല. അല്പാൽപമായി പലപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ ഇബാദത്തിലായി കഴിഞ്ഞുകൂട്ടുന്നു, ഇബാദത്തിലായി ചെലവഴിക്കുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത് പടച്ച റബ്ബ് നിങ്ങൾക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്. അള്ളാഹു തആലാന്റെ പൊരുത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങളെ മാതാവ് ദുനിയാവിൽ നിന്ന് പിരിഞ്ഞുപോയി. വഹിയ റാളിയത്തുൻ അൻകാ, ഉമ്മ നിങ്ങളിൽ നിന്ന് തൃപ്തിയിലാണ്. നിങ്ങളെ പൊരുത്തപ്പെട്ടിട്ടാണ് നിങ്ങളെ ഉമ്മ വിട പറഞ്ഞു പോയത്. നിങ്ങളാ അടിച്ചു വീശിയ മണ്ണ് ഉമ്മാന്റെ ശരീരത്തിനൊന്നും പറ്റിയിട്ടില്ല. ആ വാക്കങ്ങ് കേട്ടപ്പോ 700 കൊല്ലം ഇബാദത്തെടുത്ത മനുഷ്യൻ പറഞ്ഞു, അല്ലാ ലാ ഉഹിബ്ബുൽ ഹയാത ബഅദു, ഇനി എനിക്ക് ദുനിയാവിൽ ജീവിതം വേണ്ട. നേരെ ഒരു സുജൂദങ്ങ് ചെയ്തു. സുജൂദിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ഇഖ്ബിൽനി ഇലൈക്, ഈ സമയം തന്നെ എന്നെ പിടിക്കണേ അല്ലാ. പെട്ടെന്ന് അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. ഉമ്മാന്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അതിനേക്കാളേറെ വലിയ സന്തോഷം ഈ ദുനിയാവിൽ പിന്നെ എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് ആ പൊരുത്തം സ്വീകരിച്ച് നല്ല അനുസരണത്തോടെ ജീവിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.